my dear physics warriors, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ആണ് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ബോർഡ് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും നീറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. വേഗം ഞാൻ തുടങ്ങുവാണ്. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത്രയും സംഭവങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങളൊരു നീറ്റ് ആസ്പിറൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരെണ്ണം പോലും നിങ്ങൾ ഒഴിവാക്കരുത്. നിങ്ങൾക്ക് അത്രയും സ്പീഡായിട്ട് ഇത് എന്താ പറയുക, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ പോലും ഡയമെൻഷൻസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഞാൻ പറയുന്നത് ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് എപ്പോൾ ചോദിച്ചാലും ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഡയമെൻഷൻസ് ആണ്. സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. അതർവൈസ് ഡെഫിനറ്റ്ലി ഞാനിത് ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ആരും വറി ചെയ്യേണ്ട. സോ ഇത്രയും സംഭവങ്ങൾ നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ ഇക്വേഷൻസും അതുപോലെ തന്നെ അതിൻ്റെ ഡയമെൻഷൻസും അതുപോലെ അതിൻ്റെ SI യൂണിറ്റും പഠിച്ചിരിക്കേണ്ടതാണ്. ക്ലിയർ? യെസ്. ഇനിയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, നമുക്ക് 1 കിലോ അരിയും അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുന്നത്, യെസ് 1 ലിറ്റർ വെള്ളവും ഇത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. ഇതൊരിക്കലും നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ബെറ്റർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? യെസ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, സെയിം ഡയമെൻഷൻസ് ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമുക്ക് പോസിബിൾ ആണ്. അതായത് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ആണെങ്കിലും ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ആഡ് ചെയ്യുമ്പോഴും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും എന്താ ആവത്തുള്ളൂ? യെസ്, രണ്ടും സെയിം ഡയമെൻഷൻസ് ആയിരിക്കണം. സോ ലെറ്റ്സ് സേ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം A plus B which is equal to Z എന്ന് തരുവാണെന്നുണ്ടെങ്കിൽ എന്ന് തരുവാണെങ്കിൽ എയുടെ ഡയമെൻഷനും ഓക്കെ ബിയുടെ ഡയമെൻഷനും സിയുടെ ഡയമെൻഷനും ഓക്കെ ഇത് ഈക്വൽ ആണ്. ഓക്കെ, എയുടെ ഡയമെൻഷൻ പ്ലസ് ബിയുടെ ഡയമെൻഷൻ അല്ല, എയുടെ ഡയമെൻഷനും ബിയുടെ ഡയമെൻഷനും സിയുടെ ഡയമെൻഷനും സെയിം ആണെങ്കിൽ മാത്രമാണ് ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഹാഫ് mv² വിച്ച് ഇസ് ഈക്വൽ ടു mgh എന്നുള്ളത്. അല്ല, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് 1/2 അത് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ഡയമെൻഷൻ എടുക്കുമ്പോൾ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? m എന്ന് എഴുതാം. വിന്റെ ആണെങ്കിലോ വെലോസിറ്റിയുടെ വരുന്നത് L(t)⁻1 ആണ്. സോ ഇവിടെ v² ആണ്. സോ L²t⁻2 which is equal to again m. g ആണെങ്കിലോ g എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഇസ് അഗെയിൻ L(t)⁻2. സോ again L(t)⁻2. h എന്ന് പറഞ്ഞാൽ again എന്താണ്? L ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? mL²t⁻2. രണ്ടും എന്താണ്? സെയിം ആണ്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ നമുക്ക് പറ്റും. കാരണം എന്താണ്? ഈ ക്വാണ്ടിറ്റിയുടെയും ഈ ഒരു ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻസ് നോക്കുമ്പം സെയിം ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് യെസ്, ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ചെക്ക് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ദ ഇക്വേഷൻ. സോ ഇവിടെ v വിച്ച് ഇസ് ഈക്വൽ ടു u പ്ലസ് at. നമുക്കറിയാം വിന്റെ വരുന്നത് L(t)⁻1 ആണ്. വിയും യുവും ഒരേ ഡയമെൻഷൻസ് ആണ്, അല്ലെ, വെലോസിറ്റീസ് ആണ്. സോ L(t)⁻1 ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി L(t)⁻2 ആൻഡ് ടിയുടെ നമുക്കറിയാം t ആണ്. അങ്ങനെയാണെന്ന് നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. v എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ L(t)⁻1 വിച്ച് ഇസ് ഈക്വൽ ടു അഗെയിൻ L(t)⁻1 ദെൻ പ്ലസ് എന്റെ എന്താ വരുന്നത്? L(t)⁻2 എഗെയിൻ ഒരു ടിയും കൂടെ ഉണ്ട്. സോ ഇവിടെ ടി വരും. അങ്ങനെയാണെങ്കിൽ L(t)⁻1 വിച്ച് ഇസ് ഈക്വൽ ടു L(t)⁻1. ഇവിടെ ആണെങ്കിലോ L(t)⁻2 ഇൻറ്റു ടി. സോ അതെന്ത് വരും? യെസ്, L(t)⁻1 തന്നെ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? വിയുടെ ഡയമെൻഷൻ വിച്ച് ഇസ് ഈക്വൽ ടു യുവിൻ്റെ ഡയമെൻഷൻ വിച്ച് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് at. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഇതെങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ദെൻ അനദർ എക്സാമ്പിൾ v² വിച്ച് ഇസ് ഈക്വൽ ടു u² പ്ലസ് 2as. v² നമുക്കറിയാം വിന്റെ എത്രയാണ്? L(t)⁻2 ആണ്. സ്ക്വയർ ചെയ്തു. യുവിനെ നമ്മൾ ഇട്ടു. ദെൻ നമ്മുടെ 2as, അതായത് L(t)⁻2 എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ്റെ ആണ്. എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ നമ്മുടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് ആണ് വരുന്നത്. സോ ഇവിടെ എന്ത് വരും? L(2t)⁻2 വിച്ച് ഇസ് ഈക്വൽ ടു L(2t)⁻2 പ്ലസ് L² ഈ എല്ലും ഇവിടെ സ്ക്വയർ ആയി t⁻2. ഇവിടെ നോക്കുവാണെങ്കിലോ യെസ്, നമ്മുടെ വിന്റെ ഡയമെൻഷൻ വിച്ച് ഇസ് ഈക്വൽ ടു യുവിന്റെ ഡയമെൻഷൻ വിച്ച് ഇസ് ഈക്വൽ ടു എസിന്റെ ഡയമെൻഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് 2019 ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ നമുക്ക് നോക്കാം. വെലോസിറ്റി കനോട്ട് ബി ആഡഡ് ടു ടെമ്പറേച്ചർ. കാരണം എന്താണ്? അതിൻ്റെ രണ്ടിനും ഡയമെൻഷൻ വ്യത്യാസമുണ്ട്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ഇൻ അക്കോർഡൻസ് വിത്ത് വിച്ച് ലോ ഓഫ് ഫിസിക്സ്? Principle of homogeneity.
Then B, check the dimensional correctness of the, yes, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ കിടക്കുന്നത് കേട്ടോ, ഡയമെൻഷണൽ കറക്റ്റ്നെസ്. കാരണം എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയമെൻഷൻ എത്രത്തോളം കറക്റ്റ് ആണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യെസ്, ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത്. സോ ഓഫ് ദ ഇക്വേഷൻ പി വി വിച്ച് ഇസ് ഈക്വൽ ടു എഫ് എക്സ്, അതിൽ പി തന്നിട്ടുണ്ട് പ്രഷറാണ്, വി തന്നിട്ടുണ്ട് വോളിയം ആണ്, ദെൻ എഫ് തന്നിട്ടുണ്ട് ഫോഴ്സ് ആണ്, എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ഡിസ്പ്ലേസ്മെന്റ്. സോ നമുക്കറിയാം പിന്റെ പ്രഷറിന്റെ ഡയമെൻഷൻ വരുന്നത് അതാണ്, വിന്റെ എൽ ക്യൂബ് ആണ്, എഫിന്റെ എം എൽ ടി റേസ് ടു -2 ആണ്, എക്സിന്റെ എൽ ആണ്. നമുക്ക് നോക്കി നോക്കാം, പി വി, പി എന്താണ്, എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. ദെൻ അതിൻ്റെ കൂടെ ആരും വരും, എൽ ക്യൂബും വരും. ഓക്കെ, എൽ ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, എഫിന്റെ വരുന്നത് എം എൽ ടി റേസ് ടു -2 ഇൻറ്റു എൽ. നമുക്ക് നോക്കി നോക്കാം, ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എം എൽ റേസ് ടു -1 ഇൻറ്റു എൽ ക്യൂബ്, അപ്പോൾ എത്ര വരും, എൽ സ്ക്വയർ വരും, ടി റേസ് ടു -2 വിച്ച് ഇസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഈ എല്ലും സ്ക്വയർ ആയിപ്പോയി. സോ നമുക്ക് ഇവിടെ നോക്കിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, യെസ്, ഡയമെൻഷൻ ഓഫ് പി വി, ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എഫ് എക്സ്. ഇത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യോ സബ്സ്ട്രാക്ട് ചെയ്യോ ചെയ്യാം, സീനില്ല. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് പറയുന്നത്. അപ്പം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഡയമെൻഷണൽ കറക്റ്റ്നെസ്, എത്രത്തോളം നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു യൂസ് പറയുകയാണെങ്കിൽ ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അതിന് നമുക്ക് എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ വേഗം തന്നെ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇനി ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട്, നീറ്റിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോർഡ് എക്സാമിനാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്.